ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഓണമൊക്കെ അടിപൊളിയാക്കിയില്ലേ? കിടിലനായിട്ട് എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈലം നിങ്ങൾക്ക് ഓണസമ്മാനം നൽകാൻ തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. സോ ആ 3 ടാബ്ലറ്റ് വിജയികളെ നമ്മൾ ഇന്നാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മുടെ സ്വന്തം 10ാം ക്ലാസ്സിലെ യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ വേണം. അടിപൊളിയാക്കാൻ നമുക്ക്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. സ്കൂളിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ശേഷം സ്കൂളുകൾ ആരംഭിക്കാൻ പോവുകയാണ്. സോ ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. സോ സ്കൂളുകൾ തുറന്ന ഉടനെ നിങ്ങളുടെ കൈകളിലോട്ട് നിങ്ങളുടെ ഉത്തരക്കടലാസുകൾ ലഭിച്ചു തുടങ്ങും. സോ പല കുട്ടികളും എന്നോട് പേഴ്സണലി പറഞ്ഞാണ്, സാർ ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്, ആൻസേഴ്സ് കിട്ടുന്നതിൽ ഞാൻ വളരെയധികം കോൺഫിഡൻറ്റിലാണ് എന്ന് പലരും എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ കുറച്ച് കുട്ടികൾ പറഞ്ഞു, സാറേ ഈ ഉത്തരക്കടലാസ് കിട്ടാതിരിക്കാൻ വല്ല പണിയുണ്ടോ? കാരണം ഞാൻ നന്നായിട്ട് ഓണപരീക്ഷയിൽ പെർഫോം ചെയ്തിട്ടില്ല. അതിന് കാരണം അവർ പറയുന്നത്, സാറേ ഇനീഷ്യലി ഞങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വലിയൊരു സീരിയസ്നെസ് കൊടുത്തിരുന്നില്ല. ഏറ്റവും അവസാനമാണ് സൈലത്തിൻ്റെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് മികച്ച മാർക്ക് നേടാമെന്ന കോൺഫിഡൻസ് വന്നത്. സോ അതിനാൽ തന്നെ അത്രത്തോളം മികച്ച രീതിയിൽ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. സോ അത്തരം കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഈ പരീക്ഷാ പേപ്പർ കിട്ടുന്നതിൽ വലിയ താല്പര്യക്കുറവുള്ളത്. സോ മക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയൊരു ചതി തന്നെയാണ്. കാരണം ആ ഒരു കെണിയിൽ നിങ്ങൾ പോയി പെട്ട് കഴിഞ്ഞു വെച്ചാൽ അതിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. കാരണം ഉത്തരക്കടലാസ് കിട്ടിയതിന് ശേഷം വേണ്ട ഞാൻ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടിയേനെ എന്നൊന്നും ആ ലാസ്റ്റ് മൊമെൻറ്റിൽ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. സോ ഓണപരീക്ഷ എന്തായാലും നമ്മളെ തീർന്നിരിക്കുന്നു. അതിൻ്റെ പേപ്പറിലുള്ള മാർക്കുകൾ നമുക്ക് ഇനി ഒരിക്കലും മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. സോ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, അടുത്ത പരീക്ഷയ്ക്ക് ഈ ഒരു തെറ്റ് നിങ്ങൾ വരുത്തരുത്. ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ മാറ്റിവെക്കരുത്. തുടക്കം മുതൽ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതെന്താ സാറേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതിന് വല്ല പ്രത്യേകതയുണ്ടോ? തീർച്ചയായും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന ഡേറ്റ് തന്നെയാണ്. നമ്മുടെ ബോർഡ് എക്സാം ഏറ്റവും അടുപ്പിച്ച ഡേറ്റിലാണ് ഈ ക്രിസ്മസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഡിസംബർ ആദ്യ വാരമായിരിക്കും പരീക്ഷ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള സിലബസ് തന്നെയാണ്. നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ സിലബസിൽ 1-2 ചാപ്റ്റേഴ്സ് മാത്രമേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കുറവുണ്ടാവത്തുള്ളൂ. സോ അത്രയും കൂടുതൽ ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ആ പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിന് അടിസ്ഥാനത്തിൽ ഇരിക്കുന്നു ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്കുകൾ എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. സോ വളരെയധികം സീരിയസ്നെസ്സോടുകൂടി ക്രിസ്മസ് പരീക്ഷയ്ക്ക് തുടക്കം മുതൽ, ആവർത്തിക്കുന്നു, തുടക്കം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട് മക്കളെ. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ പലരുടെയും മനസ്സിൽ, ഓക്കെ ഞാൻ ഇന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്, ഏത് സബ്ജക്റ്റിന് ഇനീഷ്യലി ഇമ്പോർട്ടൻസ് കൊടുക്കണം, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏകദേശം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ക്രിസ്മസ് പരീക്ഷയിൽ ഞങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ഇങ്ങനെ കുറേ ടെൻഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? സോ ഒരു സ്ട്രക്ചേർഡ് ആയ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് ആവശ്യമായി വരില്ലേ? ശരിയല്ലടാ മക്കളെ? സോ ആ ടൈം ടേബിളുമായി, ആ സ്റ്റഡി പ്ലാനുമായി ഇന്ന് രാത്രി കൃത്യം 7:30 ലോഞ്ചിൽ ഞങ്ങൾ വരുന്നുണ്ട്. സോ സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അടിപൊളി ക്രിസ്മസ് എക്സാം സ്റ്റഡി പ്ലാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. സോ എല്ലാവരും ലൈവിൽ ഉണ്ടാവണം. 7:30 നമ്മുടെ ചാനലിലാണ്. സോ എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ ലൈവിൽ കണ്ടുപിടിക്കാം.